അപ്പോൾ ഗവൺമെൻറ് സെക്ടറിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന കൊമോഡിറ്റി ബോർഡ്സ് ഉണ്ടാവും. അതായത് റബ്ബർ ബോർഡ്, ടീ ബോർഡ്, സീഡ് ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കുള്ള ഒരു ഹയർ ഓപ്ഷനാണ് അഗ്രികൾച്ചർ MBA എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ IIM പോലെയുള്ള പ്രസ്റ്റീജിയസ് കോളേജ്. ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ BSc അഗ്രികൾച്ചർ കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയ ജോബുകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ സിഫ്ന, ഒരു BSc അഗ്രികൾച്ചർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു BSc അഗ്രികൾച്ചറിനെ കുറിച്ച്. BSc അഗ്രികൾച്ചർ കഴിഞ്ഞാൽ ജോലി കിട്ടുമോ അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ച്. അതിൽ BSc അഗ്രികൾച്ചറിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്, അതുപോലെ ഏതൊക്കെയാണ് എക്സാംസ്, നീറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ പോയിട്ട് കാണണേ. അതിനുശേഷം ഈ വീഡിയോ കണ്ടാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ നമ്മുടെ ചാനൽ ഇപ്പോൾ 1.2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനിയും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളെല്ലാ വീഡിയോയിലും നല്ല എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ശരി, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ 4 ലെവലാക്കിയിട്ട് തിരിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഗവൺമെൻറ് സെക്ടറാണ്, പിന്നെ പ്രൈവറ്റ്, ബാങ്കിങ്, അതുപോലെ UPSC നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്, പക്ഷേ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനത് വേറെ ആക്കിയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഗവൺമെൻറ് സെക്ടറിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കോളേജുകൾ വന്നിട്ടുണ്ട് അല്ലേ. പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഒരുപാട് കോളേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് ജോലികൾ എന്ന് പറയുന്നത് PSC എഴുതിയിട്ടാണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ കുറച്ച് കാലം മുന്നേ വരെ നമുക്ക് എന്താണ് കോമ്പറ്റീഷൻ കുറവാണ്, പാർട്ടിസിപ്പൻസ് കുറവാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കോളേജുകളുടെ എണ്ണം കൂടി, അവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികളുടെ എണ്ണം കൂടി. അപ്പോൾ ഇത്തരം എക്സാമുകൾക്ക് എന്താണ് ആളുകളും കൂടി. അപ്പോൾ നമ്മൾ PSC ഒക്കെ എഴുതിയിട്ടൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുപോലെ നമുക്ക് ഇപ്പോൾ അഗ്രികൾച്ചറുകാർക്ക് എന്ന് പറയുമ്പോൾ AOൻ്റെ എക്സാം, അഗ്രികൾച്ചർ ഓഫീസർ അവാർഡ് എക്സാം ഉണ്ട് PSC. അതുപോലെ ബാക്കി എല്ലാവരും എഴുതുന്ന PSC നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗവൺമെൻറ് സെക്ടറിലുള്ള ജോലി എന്ന് പറയുന്നത്. പിന്നെ പ്രൈവറ്റ് സെക്ടറിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഫെർട്ടിലൈസർ കമ്പനീസ് ഉണ്ട്, സീഡ് പ്രൊഡക്ഷൻ കമ്പനീസ് ഉണ്ട്. അങ്ങനത്തെ കമ്പനീസിലൊക്കെ നമുക്ക് ജോലി കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യണം, സെപ്പറേറ്റ് ആയിരിക്കും. ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ആണ് തുടങ്ങിയത്. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഭാവിയിൽ ഉണ്ടാവാമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്തത് ബാങ്കിങ് സെക്ടറാണ്. ബാങ്കിങ് സെക്ടറിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അഗ്രികൾച്ചർ ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളിൽ നമുക്ക് സ്പോട്ട് ഉണ്ടാവും. അതുപോലെ നെബാർഡിൻ്റെ കീഴിൽ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസറായിട്ടൊക്കെ നമുക്ക് കയറാം. പക്ഷേ നെബാർഡിൻ്റെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ അല്ലാത്ത ബാക്കിയുള്ള സ്പോട്ടുകളിലൊക്കെ ഇപ്പോൾ ബിടെക്കുകാരും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും ചെറുതായിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ PSC ആണെങ്കിലും ബാങ്കിങ് സെക്ടർ ആണെങ്കിലും നമ്മളും കഷ്ടപ്പെട്ട് പഠിച്ച് വേണം കയറാൻ. PSC ആണെങ്കിലും ബാങ്കിങ് സെക്ടർ ആണെങ്കിലും നമുക്ക് കിട്ടൂല എന്നല്ല, കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് വരുന്നത് UPSC അല്ലെങ്കിൽ AFO എന്ന് പറയുന്നത്. UPSCയും AFO നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും. കാരണം 2 എക്സാമും നമ്മൾ പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ പാസ്സായിട്ട് വേണം. പിന്നെ നമുക്കുള്ളൊരു ഹയർ ഓപ്ഷനാണ് അഗ്രികൾച്ചർ MBA എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ IIM പോലെയുള്ള പ്രസ്റ്റീജിയസ് കോളേജുകൾ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അതല്ല, ഇപ്പോൾ ഒരുപാട് പേര് പുറത്ത് പോയിട്ട് അഗ്രികൾച്ചർ MBA പഠിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളത് നമുക്ക് സെപ്പറേറ്റ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന കൊമോഡിറ്റി ബോർഡ്സ് ഉണ്ടാവും. അതായത് റബ്ബർ ബോർഡ്, ടീ ബോർഡ്, സീഡ് ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ സെപ്പറേറ്റ് എക്സാംസ് ആണ് നടത്തുന്നുണ്ടാവുക. അപ്പോൾ നമ്മളത് പോയിട്ട് എഴുതുക, അങ്ങനെ നമ്മളത് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ തന്നെ ഇത് കണ്ടുപിടിക്കണം എന്നുള്ളൊരു ടാസ്കേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർക്ക് ഒരു യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും BSc അഗ്രികൾച്ചർ ചൂസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.